എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഞാൻ പ്രബല സമുദായമായ എഴുത്തച്ഛൻ സമുദായത്തിനോട് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ആദരവ് രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ 4ാമത്തെ കോൺഫറൻസ് നടത്താനുള്ള ഒരു സൗഭാഗ്യം അവർ നമുക്ക് തന്നു. അഡ്വക്കേറ്റ് സുരേഷിനോടും എല്ലാ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി നേതാക്കന്മാരോടും ജനറൽ സെക്രട്ടറിയോടും എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്ന ആ മഹത്തായ സമുദായമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തി തന്നത് പ്രൊഫസർ വിജയകുമാറാണ്. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹമായിട്ട് സംസാരിക്കും. നമ്മൾ പലരും എല്ലാ ദിവസമായിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കും. അദ്ദേഹം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഏറ്റവും പ്രമുഖ നേതാവാണ്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും കമ്മിറ്റഡും ഏറ്റവും സിൻസിയർലി കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർ പ്രൊഫസർ വിജയകുമാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇവിടെ സാന്നിധ്യം ഞാൻ അക്നോളജ് ചെയ്യുന്നു. വലിയൊരു ഓണറാണ് എനിക്ക്. അപ്പം ആദ്യമായി ഞാൻ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയോടുള്ള നമ്മുടെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി. രണ്ടാമത് ഈ സംഘാടക സമിതി, അതിൽ മിസ്റ്റർ പ്രേംകുമാർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും സമയക്കുറവ് കാരണം എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനോടും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മൂന്നാമത് നമ്മുടെ ടീം, അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇതിന് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഞാനല്ല, മിസ്റ്റർ സുദേശം രഘുവാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് മിസ്റ്റർ പ്രേംകുമാർ ഇവിടെയും മിസ്റ്റർ സുദേശ് രഘു അവിടെയും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാൻ നോക്കും എന്നാണ് എൻ്റെ ഒരു വലിയൊരു പവർഫുൾ ടീമാണ്. അപ്പം നമ്മുടെ ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത് ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ഇവിടെ പല പേഴ്സണൽ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടും ഇവിടെ വന്ന് നമ്മളോട് സംസാരിക്കുന്ന വളരെ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള യങ് സ്കോളേഴ്സിനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ TS ശ്യാംകുമാർ, ഡോക്ടർ അമൽ സി രാജൻ, ഡോക്ടർ വർഷ ബഷീർ, ഡോക്ടർ AK ആദർശ ആൻഡ് ഡോക്ടർ സിന്ധു നെപ്പോളിയൻ. അവർ വളരെ നമ്മുടെ ഒരു ഹോപ്പാണ്. ദേ ആർ ദ ഹോപ്പ് ഓഫ് അവർ ഫ്യൂച്ചർ. ആൻഡ് അപ്പം ഇവർ വരുന്നതും നമുക്ക് എനിക്കും പേഴ്സണലിയും നമുക്ക് എല്ലാവർക്കും വലിയൊരു അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അല്ല, ഇത് ഒരു ആലോചിക്കാൻ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പം സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാർ വരികയും ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും അറിയാനും അറിയിക്കുവാനും വാദിക്കാനും ജയിക്കുവാനുമല്ല ഗുരു പറഞ്ഞതുപോലെ, നമ്മൾ പഠിപ്പിച്ചതുപോലെ. അപ്പോൾ അതിനു വേണ്ടി വരുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് വന്നിട്ട് നമ്മൾ തന്നെ ഈ സംവദിക്കുക, മനസ്സിലാക്കുക, അറിയിക്കുക, അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഞങ്ങളുടെ മീറ്റിങ്സിൽ അങ്ങനെ ഉള്ള ആൾക്കാരാണ് വരുന്നത്. ഞങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഓഡിയൻസിനോടുള്ള റെസ്പെക്റ്റും ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കണം, ഈ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ലോകം എവിടെയാണ് നമ്മൾ ആലോചിക്കണം. ഇന്ത്യ ഈ ലോകത്ത്, ഈ കൊച്ചു പൃഥ്വിയിൽ ഒരു ചെറിയൊരു സ്ഥലത്തിരിക്കുന്ന ഒരു രാജ്യം മാത്രമാണ്. നമ്മളിപ്പം 150 കോടി ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. പക്ഷേ ഈ ലോകം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 900 crores ഉണ്ട്. എല്ലാം കൂടെ 900 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ പക്ഷേ ഈ ലോകം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വെറും ഒരു 50 കോടി വരുന്ന യൂറോപ്യൻ അമേരിക്കയും ഒരു 30 കോടി വരുന്ന അമേരിക്കയും ഒരു 20 കോടി വരുന്ന 30-35 കോടി വരുന്ന അമേരിക്കയും ഒരു 20 കോടി വരുന്ന യൂറോപ്യൻസും ഈ ലോകത്തിൻ്റെ ഒരു ഓളിഗാർക്കിയാണ്. അവരാണ് ഭരിക്കുന്നത് ഈ ലോകത്തിന്. നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസവും അറിവും നമ്മളുടെ
ഇവിടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 400-500 വർഷമായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ വെറും ഒരു 50 കോടി ജനതയുള്ള ആ 50 കോടിയിൽ ചെറിയൊരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഓളിഗാർക്കിയാണ് ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടായി? ഇപ്പം ഈ ഒരു 500 വർഷം കഴിഞ്ഞ് ഈ ലോകത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ആൾക്കാർ വിചാരിക്കും, അന്നൊരു ജനാധിപത്യ ലോകം ഉണ്ടാകുകയാണെങ്കിൽ വിചാരിക്കും, എങ്ങനെയാണ് നമ്മളൊക്കെ ഇത് സഹിച്ചത്? ആകെപ്പാടെ ഈ 900 കോടിയിൽ ഒരു 50 കോടി പോപ്പുലേഷനുള്ള ഒരു 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 കൂട്ടം ആൾക്കാർ, അതിൽ ഒരു 4-5 കോടി ആൾക്കാർ ഈ ലോകത്തിന് മുഴുവൻ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്യാൻ അവർ കഴിഞ്ഞ 400-500 വർഷം മുമ്പ് അവർ ആദ്യം തുടങ്ങി എന്താണ്? അവർ സൈന്യം എത്തി. ആദ്യം വാണിജ്യം വന്നു, പിന്നെ സൈന്യം വന്നു. സൈന്യം നമ്മളെ കീഴടക്കി നമ്മളെ കീഴടക്കിയല്ല, നമ്മുടെ എങ്ങനെ കീഴടക്കി? വെറും 5000 ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിച്ചത്. എന്തുകൊണ്ട്? ഇവിടുത്തെ ആൾക്കാർ അവരുടെ കൂടെ നിന്ന് അവരുടെ സഹായത്തോടുകൂടി അവരുടെ ആക്റ്റീവ് കൊളാബറേഷനോടുകൂടിയാണ് നമ്മളെ കീഴടക്കിയത്. അങ്ങനെ നമ്മളെ കീഴടക്കി, എല്ലാവരെയും, ഈ ലോകത്തിന് മുഴുവൻ അവർ കീഴടക്കി. അപ്പോൾ പക്ഷേ അവർ മനസ്സിലാക്കി, അങ്ങനെ വരുമ്പോൾ പിന്നെ ആ യുദ്ധങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആൾക്കാർ മരിക്കുന്നു, ഒരുപാട് ചിലവ് വരുന്നു. അപ്പോൾ ഇപ്പോൾ അവരൊരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ പുതിയ തന്ത്രം കഴിഞ്ഞ ഒരു 10-50 ഈ സോവിയറ്റ് യൂണിയൻ്റെ കൊളാപ്സ് കഴിഞ്ഞിട്ട് ഇത് വളരെ രൂക്ഷമായിരിക്കുകയാണ്. അവരെന്താ ചെയ്യുന്നത്? ഇപ്പം അവർ ഓരോ രാജ്യങ്ങളെ വിഭജിച്ച് സിവിൽ വാറിലേക്ക് തള്ളുകയാണ്. ഇപ്പം ഈ ബഗ്ദാദ് എന്ന് പറഞ്ഞ സ്ഥലം ഡൽഹിയിൽ നിന്ന്, ട്രിവാൻഡ്രം ടു ഡൽഹി ദൂരമാണ്, ഡൽഹി ടു ബഗ്ദാദ്. ഞാനൊക്കെ യുവാവായിരുന്നപ്പോൾ ഇവിടെ എത്രയോ ആൾക്കാർ ഇറാഖിൽ പോയി ജോലി ചെയ്യായിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, എൻജിനീയർമാരും ടീച്ചർമാരും ഒക്കെ ഇറാഖിലും ഇത്യോപ്യയിലും സിറിയയിലും ഒക്കെ പോയി വർക്ക് ചെയ്യും. ഇറാഖിൽ പോയി എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം ഇപ്പോഴില്ല, വളരെ പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഒരു അങ്കിൾ. അപ്പം അദ്ദേഹം പറയുന്നത് എന്തൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ജീവിക്കാനും, സമാധാനം, വളരെ നല്ല സ്ഥലമാണെന്നൊക്കെ ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അവിടെ സിവിൽ വാർ വന്നിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ ഒക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ ഒരു മനോഹരമായിട്ടുള്ളൊരു ദേശമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് നമ്മുടെ ബാല്യകാലത്ത്. പിന്നെ റഷ്യക്കാർ വന്നു, അമേരിക്കൻസ് വന്നു, എല്ലാവരും വന്നു, അവരെ തകർത്ത് ഇപ്പോൾ അവിടെ ജീവിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പുതിയ തന്ത്രം എന്താണ്? ഓരോ രാജ്യത്തിനെയും വിഭജിക്കുക. ആ വിഭജനത്തിന് ഏറ്റവും കൂടുതൽ ഒരു ആയുധം എന്താണ്? മതമാണ്, ജാതിയാണ്. ഈ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഡിവിഷൻസിനെ ഉപയോഗിച്ച് അവരുടെ സൈന്യം വന്ന് നമ്മളെ കൊല്ലുന്നത് എന്താണ്? നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ട് നമ്മളെ കൊല്ലാൻ. അവർക്ക് പൈസ പോലും, നമ്മൾ തന്നെ ഇതിനെ ഫൈനാൻസ് ചെയ്യുന്നു, ഇതിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഈ ഓരോ രാജ്യത്തിനെയും സിവിൽ വാറിലേക്ക് തള്ളുന്ന, വിഭജിക്കുന്ന സർക്കാരുകളെ ഇവർ നിലനിർത്തുകയുള്ളൂ. ഒരു യൂണിറ്റി ഉണ്ടാക്കുന്ന ഒരു സർക്കാരിനെയും ഇവർ നിലനിർത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അവരെങ്ങനെ കൺട്രോൾ ചെയ്യും നമ്മളെ? അപ്പോൾ ഈ ഒരു വലിയ ഈ ലോകത്തിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പം നമുക്ക് എന്ത് വില കൊടുത്താലും ഈ രാജ്യത്ത് വീണ്ടും ഒരു വിഭജനം ഉണ്ടാകാൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ ഒക്കില്ല. ഈ ലോകത്തെ 3ാമത്തെ ഏറ്റവും ലാർജസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. വെറും ഒരു ചെറിയ മുസ്ലിം പോപ്പുലേഷൻ സപ്രസ് ചെയ്യാൻ കശ്മീരിൽ ആർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഇത്രയും വലിയൊരു ജനതയെ, അവർ മനുഷ്യരാണ്. ഇസ്ലാം വെറും മതമാണ്. 20 കോടി മനുഷ്യരെ, ഭാരതീയരെ നമുക്ക് സപ്രസ് ചെയ്യാൻ ഒക്കുമോ? അവർ നമ്മളെപ്പോലെ ഇന്ത്യൻസാണ്. അവരെ സപ്രസ് ചെയ്യാൻ ഒക്കുമെങ്കിൽ നമ്മളെയും സപ്രസ് ചെയ്യാൻ ഒക്കും. അവരും നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സാധ്യമല്ല. പക്ഷേ ഈ ശ്രമത്തിൽ ഇന്ത്യ ഇല്ലാതാകും. നമുക്കിവിടെ ജീവിക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പാതിരാത്രി അമേരിക്കൻ എംബസിയുടെ വെളിയിൽ നിന്നിട്ട് ഇവിടുന്ന് വിട്ടു പോവുകയാണ് ഇന്ത്യയെ. ഇന്ത്യക്കൊരു ഭാവിയില്ല എന്ന് പറയുകയാണ്. ഞാനാണെങ്കിൽ എനിക്ക് പുറത്ത് പഠിക്കാനും ജോലി ചെയ്യാനും അവസരം കിട്ടി, ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു.
എന്നുവെച്ചാൽ ഇന്ത്യക്കൊരു ഭാവിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മറ്റേത് രാജ്യത്തിനേക്കാളും നല്ല ഭാവി എൻ്റെ രാജ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ നിന്നാണ് ഞാൻ വന്നത്. ഈയിടെ ഞാൻ എൻ്റെ ഒരു ബന്ധു, വളരെ അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കസിൻ്റെ മക്കളാണ്. ഒരു 40 വയസ്സ് അച്ഛൻ, 38 ഒരു 40കളിലുള്ള അച്ഛനും അമ്മയും, 40കൾ ലേറ്റ് 30s early 40s. മൂത്ത മകൾ 11th സ്റ്റാൻഡേർഡിലേക്ക് പോയി. അപ്പം ഒരു 15-16 വയസ്സുണ്ട്. ഇളയ കുട്ടി ഒരു 9 വയസ്സുണ്ട്, 4ാം ക്ലാസ്സിൽ. അപ്പോൾ അച്ഛനെ എനിക്കറിയാം, എൻ്റെ ബന്ധുവാണ്. ഞാൻ അമ്മയോടും ഈ 2 പെൺമക്കളോടും ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഒരു കാറിൽ പോകുമ്പോൾ ഒരു മോസ്കോ, ഒരു ക്രിസ്ത്യൻ പള്ളിയോ കണ്ടാൽ നിങ്ങൾ അമ്പലം കണ്ടാൽ തൊഴും. ഒരു മോസ്കോ, ഒരു ക്രിസ്ത്യൻ പള്ളിയോ കണ്ടാൽ തൊഴുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ തൊഴുമെന്ന് പറഞ്ഞു. ഇവർ തീയരാണ്, അവരുടെ ഒരു മെൻറ്റാലിറ്റി തൊഴുമെന്ന് പറഞ്ഞു. ഈ 15-16 വയസ്സുള്ള കുട്ടി പറഞ്ഞു, എനിക്ക് തൊഴാൻ തോന്നും, പക്ഷേ മന്ത്രം അറിയില്ല എന്ന് പറഞ്ഞു. തൊഴാനുള്ള മന്ത്രം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ 9 വയസ്സുള്ള കുട്ടി പറഞ്ഞു, ഞാൻ ഒരിക്കലും തൊഴില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ മനസ്ഥിതി മാറുന്നത്. 3 തലമുറ. നമ്മളുടെ ഭാവി ബഗ്ദാദാണ്, നമ്മുടെ ഭാവി കാബുളാണ്. ഇത് വികസനമല്ല, വിനാശമാണ്. ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് സമാധാനമാണ്, സൗഹാർദ്ദമാണ്, സ്നേഹമാണ്. അതിൻ്റെ വഴിയാണ് നാരായണ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നാരായണ ഗുരുവിൻ്റെ സന്ദേശസാരം വളരെ ലളിതമാണ്. അപരത്വം പാടില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അപരനായി കാണരുത്. അപരനല്ല. സത്യം എന്താണ്? അപരനല്ല. അപരത്തിനെ മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പം അത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമാണ്, ദൈവത്തിൻ്റെയും പേരിലാണ്. അപ്പം ഇതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, നേരിടണം? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറില്ല. ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തുക. മതദ്വേഷമാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ കറക്റ്റ് ചെയ്യുക, ഞങ്ങളെ വിശ്വസിപ്പിക്കുക. മതദ്വേഷമാണ് നല്ലത് എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ മതദ്വേഷം വിടുക, അതിനെതിരെ നിൽക്കുക. പക്ഷെ എന്ത് നമ്മൾ ചെയ്താലും കൺഫ്യൂഷനിൽ കൂടെ ചെയ്യരുത്, ക്ലാരിറ്റിയോടുകൂടി ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ഇവിടെ നമ്മൾ വന്നത് ദൈവത്തിൻ്റെ സങ്കല്പം എന്താണ്, മതത്തിൻ്റെ സങ്കല്പം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാനല്ല. നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും സങ്കല്പങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു. അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ നേരിടും എന്നുവെച്ചാൽ ഇത് മനുഷ്യൻ്റെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈയിടെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞ്, എന്തിനാണ് ഇവിടെ രാഷ്ട്രീയം പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നമ്മൾ രാഷ്ട്രീയം പറയല്ല, നമ്മൾ ആധ്യാത്മികതയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇവിടെ രാഷ്ട്രീയമല്ല. പക്ഷേ ആധ്യാത്മികതയെ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികത ഡിസ്കസ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായി മാറുന്നു. നമ്മളല്ല ആധ്യാത്മികതയെ രാഷ്ട്രീയവൽക്കരിച്ചത്. പക്ഷേ ആധ്യാത്മികതയെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കുന്നില്ല. ഉടനെ പറയും ഇത് രാഷ്ട്രീയമാണെന്ന് പറയും. അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല, ആധ്യാത്മികത മാത്രമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചവരിൽ അവർ ഇതിൽ രാഷ്ട്രീയം കാണും. അത് നമ്മുടെ കുറ്റമല്ല. ഇത് ആധ്യാത്മിക സങ്കല്പങ്ങളാണ്. ദൈവം, മതം എന്ന് പറയുന്നത്. ഒരു സങ്കല്പം കൂടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, മുക്തി. അപ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നു. അതിന് രാഷ്ട്രീയപരമായി ദുരുപയോഗപ്പെടുന്നു.
പക്ഷേ നമുക്ക് അത് എന്തുകൊണ്ടാണ്? നമുക്ക് ആധ്യാത്മികതമായിട്ടുള്ള ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ തിരിച്ചു വന്ന് ആധ്യാത്മികതമായി നമുക്കിതിനെക്കുറിച്ച് കൃത്യതയും സ്പഷ്ടതയും വരികയാണെങ്കിൽ ഇതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമത്തിനെ നമുക്ക് ചെറുക്കാൻ ഒക്കും. അപ്പം നമ്മളിത് വെറും ഫിലോസോഫിക്കലായിട്ട്, ദാർശനികമായി, രാഷ്ട്രീയപരമായിട്ടല്ല, ഫിലോസോഫിക്കലായിട്ട്, ആധ്യാത്മികമായാണ് നമ്മളിത് ഗുരു എങ്ങനെ കണ്ടു, മറ്റുള്ളവരെങ്ങനെ കണ്ടു, ഇതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നെക്കുറിച്ച് ഒരു അറിയാനും അറിയിക്കാനുമാണ്. അല്ലാതെ ആരെയും എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനല്ല, അറിയാനും അറിയിക്കാനും മാത്രമാണ്. ഈ ഒരു ആമുഖം വെച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഇന്ത്യയിൽ ഈ ദൈവം, മതം, ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇന്ത്യ നശിക്കും. അത് നമ്മൾ ഓരോരുത്തരും ഓർത്ത് വെക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ തുടങ്ങുന്നത് ഈ ചെറിയൊരു ബുക്ക്ലെറ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് വെച്ച് ഒന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇത് നാരായണ ഗുരു 100 വർഷം മുമ്പ് കണ്ടതിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ പേജ്, അതായത് ആദ്യത്തെ ഇതിൻ്റെ പേജ് നമ്പർ 2 മുമ്പിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഗുരു പറയുന്നു, ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല. അത് ഭഗവാൻ രാമനും ഭഗവാൻ കൃഷ്ണനുമാകാം, ഒരു സാധാരണ രാമനും സാധാരണ കൃഷ്ണനും ആകാം. പക്ഷെ ഗുരു പറയുന്നത് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. ഓരോ വ്യക്തിക്കും ഓരോ മതമുണ്ടെന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നു 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതങ്ങൾ ഉണ്ടെന്ന് വന്നുകൂടും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു മതമല്ല, 20 കോടി സോ കോൾഡ് ഹിന്ദുക്കൾക്ക് 20 കോടി മതമുണ്ടെന്നാണ് ഗുരു പറയുന്നത്. നാരായണ ഗുരു പറയാണ് 20 കോടി മതങ്ങൾ ഉണ്ടെന്ന് വന്നുകൂടും. വാസ്തവം അത് തന്നെയാണെങ്കിലും ചില സാമാന്യ ലക്ഷണങ്ങൾ ഈ 20 കോടിയുടെയും വിശ്വാസങ്ങളിൽ ഉള്ളത് കൊണ്ട് അവരെ ഒരു മതക്കാർ എന്ന് പറയുന്നു. വ്യത്യസ്ത മതമാണെങ്കിലും സാമാന്യതകളുള്ളതുകൊണ്ട് ഒരു മതക്കാർ എന്ന് പറയുന്നു. അതുപോലെ എല്ലാ മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് ചില സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മതക്കാർ തന്നെയാണ്. അതാണ് ഗുരുവിൻ്റെ ലോജിക്. ഒരു ഒറീസയിലുള്ളൊരു ഹിന്ദു, ഒരു കാശ്മീരിലുള്ളൊരു ഹിന്ദു, ഒരു തമിഴ്നാട്ടിലുള്ളൊരു ഹിന്ദു, ഒരു മലയാളി ഹിന്ദു, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇപ്പോൾ ഗുരു പറയുന്നത് മതം, അതിലേക്ക് ഞാൻ വരുന്നു. മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ് പറയുന്നത്. അഭിപ്രായം, അതിലേക്ക് ഞാൻ വരുന്നു. ഓരോരുത്തർക്കും അത് ഇപ്പോൾ ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഗുരു പറയുന്നത് ഒരു സ്രോതസ് ഒന്നാണ്, ബൈബിളാണ് അല്ലെങ്കിൽ ഹോളി ഖുറാനാണ്. പക്ഷെ അവസാനം നമ്മൾ ഈ ഓരോ വ്യക്തിയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്, ഓരോ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചിലപ്പം ഈ മതത്തിൻ്റെ പേരിൽ തന്നെ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഡിസഗ്രി ചെയ്യുന്നു, വലിയ തോതിൽ ഡിസഗ്രി ചെയ്യുന്നു. ഒരേ സ്രോതസ്സാണ്, പക്ഷേ ഓരോ വ്യക്തിയാണ് ഇത് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ സ്രോതസ്സിനെ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ സ്രോതസ് ഒന്നാണെങ്കിലും വ്യക്തിപരമായി എല്ലാ മതങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് വ്യക്തിയുടെ മനസ്സിലാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഗുരു പറയുന്നു ഈ ചില സാമാന്യതകൾ ഉള്ളതുകൊണ്ട് 20 കോടി ഹിന്ദുക്കളെ ഒരു മതമാണെന്ന് പറയാമെങ്കിൽ എല്ലാ മതങ്ങളും തമ്മിൽ സാമാന്യതകളുണ്ട്. അത് ഞാൻ അതിൽ പിന്നെ വരുന്നു. ഗുരു പറയുന്നത് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുക്തി, മോക്ഷം, ഒരു ആധ്യാത്മിക തലത്തിലെത്തുക. ഇതാണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം. അതിൻ്റെ അപ്രോച്ചാണ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും അപ്രോച്ചിലാണ് അവർ ഡിഫർ ചെയ്യുന്നത്. പക്ഷേ എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം അത് തന്നെയാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഗുരു ചോദിക്കുന്നു, പക്ഷേ ഈ സാമാന്യതകൾ ഉള്ളതുകൊണ്ട് ഈ എല്ലാ മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് ചില സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മതക്കാർ തന്നെയാണ്. സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നില്ല.
ഗുരു പറയുന്നു ഒരു സനാതനധർമ്മം ഉണ്ടെന്നല്ല, എല്ലാ മതങ്ങളും അടിസ്ഥാനം ഒരു സനാതനമായ ധർമ്മവും മൂല്യവുമാണ്. ഇസ്ലാമും സനാതനധർമ്മമാണ്, ക്രിസ്ത്യാനിറ്റിയും സനാതനധർമ്മമാണ്, എല്ലാ മതങ്ങളും. ഈ ഒരൊറ്റ സനാതനധർമ്മമേ ഉള്ളൂ എന്ന് പറയുന്നത് ഗുരു സനാതനധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയാണ്. യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. സാഹോദര്യത്തിനും മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു. എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം, അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദം ഉണ്ടാകുന്നു എങ്കിൽ അതിനെ വൃഥാ വിവാദം എന്നല്ലാതെ പറയാൻ തരമുണ്ടോ? സനാതനധർമ്മങ്ങൾ ഗുരുവിൻ്റെ വാക്കാണ്, സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. ഇസ്ലാമിൻ്റെ സനാതനധർമ്മവും ക്രിസ്ത്യാനിറ്റിയുടെ സനാതനധർമ്മവും ഈ ബാക്കിയുള്ള മതങ്ങളുടെ സനാതനധർമ്മങ്ങളും എല്ലാം തുല്യപ്രധാനങ്ങളാണ് എന്നാണ് ഗുരു പറയുന്നത്. ദേശകാല അവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് അവയിൽ ഏതെങ്കിലും, ഗുരുവിൻ്റെ വാക്കുകളാണ്, ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും. ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗദ്ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും. ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു, അതിനാൽ അഹിംസധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരു ഈ സംഭാഷണത്തിൽ ചോദിച്ചു, ഇന്ന് ഇന്ത്യക്ക് എന്താണ് ആവശ്യം എന്ന്. ഏത് സനാതന ധർമ്മമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന് 1925 ഗുരു ചോദിച്ചു. എന്താണ് ഇന്ത്യയുടെ ആവശ്യം? ബുദ്ധൻ്റെയും നബിയുടെയും ലെവലിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഹിംസ, സാഹോദര്യം, സ്നേഹം, യേശുക്രിസ്തു, ആ ലെവൽ ഇന്ത്യക്ക് എന്താണ് ആവശ്യം? എന്നിട്ട് ഗുരു മറുപടി പറയുന്നു, ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. ആ ധർമ്മം, ജാതിയുടെയും ധർമ്മത്തിൻ്റെയും പേരിൽ ഉള്ള കലഹത്തിൽ നിന്നും വിമോചിക്കുന്ന ധർമ്മങ്ങളും മൂല്യങ്ങളുമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അല്ലാതെ ആ കലഹങ്ങൾ ഉണ്ടാക്കുന്ന മതങ്ങളും ധർമ്മങ്ങളും അല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതാണ് ഇന്ത്യയുടെ ആവശ്യം എന്ന് ഗുരു 100 വർഷം മുമ്പ് പറഞ്ഞു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഗുരു പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ മതത്തിനോട് 2 അപ്രോച്ച് നമ്മൾ കാണുന്നു. ഒന്ന് ഗുരുവിൻ്റെ അപ്രോച്ച്. ഗുരു പറയുന്നു, ഈ കലഹം അവസാനിപ്പിക്കണം, ഇത് ഉണ്ടാകാൻ പാടില്ല, ഇത് വളരെ അപകടകരമാണ്. ഇതിനെ പരിഹരിക്കാൻ ഗുരു ഒരു മെത്തേഡ് നമുക്കൊരു മെത്തേഡ് തരുന്നു. മറ്റൊരു സൈഡിൽ വേറൊരു പ്രക്രിയ നടക്കുകയാണ്. ആ പ്രക്രിയ എന്താണ്? ഹിന്ദു മതം എന്നൊരു സങ്കല്പം ഉപയോഗിച്ച് ഇവിടെ മതസ്പർദ്ധയും മതദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഗുരു ഇതേ സംഭാഷണത്തിൽ മറുപടി തരുന്നു. ഗുരു പറയുന്നു, ഗുരുവിൻ്റെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു എന്ന് ഗുരു എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗുരു പറയുന്നു, 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു. സെമിറ്റിക് എന്ന് പറയുന്നത് 3 മതങ്ങളുടെ പൊതുപ്പേരാണ്. ജൂയിഷ് മതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാമിക് മതം. ഇതിൻ്റെ പൊതുപ്പേരാണ്. സെമിറ്റിക് എന്ന് പറയുന്ന മതമല്ല, ഒരു പൊതുപ്പേരാണ്. ആ പൊതുപ്പേരിൽ പെടണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചാലേ ആ മതത്തിൽ നമുക്ക് ഒരു അംഗമാകാൻ ഒക്കുള്ളൂ. പക്ഷേ ഈ 3 മതത്തിൽ ഒന്നിച്ചു പെടാൻ പറ്റില്ല.
കാരണം സാമാന്യതകളുണ്ട്. 3 മതങ്ങളും ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. വലിയൊരു സാമാന്യതയാണത്, ഒരു ഫൗണ്ടേഷണൽ സാമാന്യതയാണ്. പക്ഷേ പൊരുത്തപ്പെടാത്ത വിഭിന്നതകളുമുണ്ട്. അല്ല, മുസ്ലിംസും ജ്യൂസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുഹമ്മദ് ഒരു പ്രോഫറ്റാണെന്ന് ജ്യൂസും മുസ്ലിംസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ വളരെ ഫണ്ടമെൻ്റലാണ്. അതുകൊണ്ട് അവർ വിഭിന്ന മതങ്ങളാണ്, പക്ഷെ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ഗുരു പറയുന്നു, ഈ 11 മതങ്ങൾ, അത് പേജ് 4 ആ ലിസ്റ്റുണ്ട്. ഗുരു പറഞ്ഞ ലിസ്റ്റാണ്, പേജ് 4 ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്നാണ് പറയുന്നത്. ഗുരു പറഞ്ഞു, ആദ്യം ഹിന്ദു എന്ന് പറയുന്ന മതമേ അല്ല, പുറത്തുനിന്ന് ആൾക്കാർ ഇവിടുത്തെ ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞ ഒരു പേരാണ്. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം എന്താണ്? ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്ന് ഗുരു പറയുന്നു. അതിൻ്റെ ലിസ്റ്റ് ഇവിടെയുണ്ട്. വൈദിക മതം, പൗരാണിക മതം, വൈഷ്ണവ മതം, ശൈവ മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ദ്വൈത മതം, ശാക്തേയ മതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസക മതം. ഇതാണ് ഗുരു പറയുന്ന 11 മതങ്ങൾ. ഇതിൻ്റെ പൊതുപ്പേരാണ്. പക്ഷേ ഗുരു പറയുന്നത് ഈ ഓരോ മതങ്ങളും വളരെ ജെന്യുവിനായിട്ടുള്ള ആധ്യാത്മിക മതങ്ങളാണ്, ഒരു സംശയവുമില്ല. അതിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ദർശനമുണ്ട്, ആധ്യാത്മികതയുണ്ട്, പ്രിൻസിപ്പിൾസുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ജെന്യുവിൻ മതങ്ങളാണ്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന മതമല്ല, ഇതിൻ്റെ പൊതുപ്പേരാണ്. സെമിറ്റിക് എന്ന പോലെ. അപ്പോൾ ഈ 11 മതങ്ങളിൽ പെട്ടവർക്ക് പറയാം, ഞാൻ ഹിന്ദു എന്നുള്ളൊരു ഗ്രൂപ്പിൽപ്പെട്ട മതങ്ങളിലെ ഉള്ള ഒരു മതത്തിൻ്റെ ഞാൻ അനുയായിയാണെന്ന് പറയാം. പക്ഷെ ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നതിൽ യാതൊരു വ്യക്തതയില്ല. ഈ 11 മതങ്ങളും ആര്യൻ ബ്രാഹ്മണ മതങ്ങളാണ്. ഇത് ഈ ആര്യൻ ബ്രാഹ്മണരുടെ ഇടയിലുള്ള വിവാദങ്ങളാണ്. വിശിഷ്ട അദ്വൈതവും അദ്വൈതവും. ഈ ഭൗതികത യാഥാർത്ഥ്യമാണോ മായയാണോ? അങ്ങനെ ഇവർ തമ്മിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, ഇതൊക്കെ ജെന്യുവിൻ മതങ്ങളാണ്. നമുക്കിതിനോട് റെസ്പെക്റ്റേ ഉള്ളൂ, നമുക്കൊരു ഡിസ്റെസ്പെക്റ്റും ഇല്ല. ഇപ്പോൾ പാർസി മതം എടുക്കുക. പാർസി മതം ഒരു ജെന്യുവിൻ മതമാണ്. ആ പാർസി മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതൊരു ജെന്യുവിൻ മതമാണ്. അവർ തന്നെയാണ് അതിൽ പാർസിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒക്കില്ല. അതിൽ ജനിച്ചാലേ അതിൻ്റെ ഒരു ആചാര്യനാകാൻ ഒക്കുള്ളൂ, ഒരു പുരോഹിതനാകാൻ ഒക്കുള്ളൂ. വേറെ ആർക്കും ആകാൻ പറ്റില്ല. അവർ നമ്മളെ അവരുടെ അമ്പലത്തിൽ കയറ്റില്ല. അവരുടെ ടവർ ഓഫ് അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു ടവർ ഓഫ് സൈലൻസ് ഉണ്ട്, അവിടെ നമ്മളാരെയും കയറ്റില്ല. ഒരു ജെന്യുവിൻ മതമാണ്. അതുപോലെ ഈ 11 മതങ്ങളും ജെന്യുവിൻ മതങ്ങളാണ്, നമുക്കൊരു ഡിസ്റെസ്പെക്റ്റും ഇല്ല. പക്ഷേ ഹിന്ദു എന്നൊരു മതമില്ല. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ കാണേണ്ടത്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു പൊതുപ്പേരാണ്. പല ആധ്യാത്മിക മതങ്ങളുടെ ഒരു പൊതുപ്പേരാണ്. ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ 11 മതങ്ങളിൽ നമുക്ക് മിക്കവാർക്കും ഈ രാജ്യത്തെ 80% ആൾക്കാർക്ക് ഇടമില്ല. ആ മതങ്ങളുടെ സനാതനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒറിജിനൽ വിശ്വാസങ്ങളനുസരിച്ച്, ധർമ്മങ്ങളനുസരിച്ച്, മൂല്യങ്ങളനുസരിച്ച് നമ്മൾ അവരുടെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പോലും പാടില്ല. നമ്മൾ മനുഷ്യരല്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല, പൂജ ചെയ്യാൻ പാടില്ല. ഞാൻ വാദിച്ചു, ഇപ്പോൾ ഞങ്ങൾ ഡൽഹി സുപ്രീം കോർട്ടിലേക്ക് സ്പെഷ്യലി പെറ്റീഷൻ, അഡ്വക്കേറ്റ് രാജേഷാണ് അതിൻ്റെ മെയിൻ ലോയർ, ഞാൻ അദ്ദേഹത്തിനെ സഹായിക്കുകയായിരുന്നു. ഞങ്ങൾ സുപ്രീം കോർട്ട് എനിക്ക് സ്പെഷ്യലി പെറ്റീഷൻ പോവാണ്. കേരള ഹൈക്കോടതി പറഞ്ഞു, ബ്രാഹ്മണനായി ജനിക്കുന്നവൻ, ഈ കർമ്മണ ബ്രാഹ്മണൻ എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ഈ മലയാള ബ്രാഹ്മണൻ അല്ലാത്ത ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ നായർ, ഈഴവ, എത്രയോ കമ്മ്യൂണിറ്റീസിലുള്ള ശാന്തിക്കാരും മേൽശാന്തിമാരും ഉണ്ട്. അവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. മേൽശാന്തിയാകാൻ ശബരിമലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ മിസ്റ്റർ രാജേഷിൻ്റെ, അഡ്വക്കേറ്റ് രാജേഷിൻ്റെ 2 ക്ലയൻസ്, 2 ഈഴവ, വളരെ മിടുക്കരായിട്ടുള്ള, വളരെ പ്രഗത്ഭരായിട്ടുള്ള കർമ്മണ ആരെങ്കിലും ഈ ലോകത്ത് ബ്രാഹ്മണനാണെങ്കിൽ അവരാണ്. അവരോട് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇടമില്ല.
നമുക്ക് പുരോഹിതനാകാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞ സ്ഥലത്തെ നിൽക്കാനൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് കടക്കാൻ പാടില്ല, അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കരുത്. അപ്പോൾ അത് നമുക്ക് അനുസരിച്ച് അവിടെ നിന്ന് നമ്മൾ തൊഴണം ദൈവത്തിന്. അതാണ് ഈ കുട്ടി 15-16 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു രീതി പ്രാർത്ഥിക്കാൻ നമുക്കൊന്നും രീതിയില്ല, നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നതാണ്, ഒരു മന്ത്രമുണ്ട്, ഒരു രീതിയുണ്ട്, അതില്ലാതെ പ്രാർത്ഥിക്കാൻ ഒക്കില്ല. അതായത് പുരോഹിതനില്ലാതെ ദൈവമായിട്ട് സംസാരിക്കാൻ ഒക്കില്ല, സമ്മതിക്കാൻ ഒക്കില്ല എന്നാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത്. പൗരോഹിത്യ ആധിപത്യമാണ് അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക് എന്ത് പറയാം, എവിടെ നിന്ന് പറയാം, എങ്ങനെ പറയാം. നമ്മുടെ ജന്മം അനുസരിച്ച് അതിനൊരു ഹയറാർക്കി ഉണ്ട്. അപ്പം നമ്മൾ നല്ല മതങ്ങളാണ്, നല്ല കാര്യങ്ങളുണ്ട്. പാർസി ആയാലും ഈ 11 മതങ്ങളായാലും എല്ലാം നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കത് ഇടമില്ല. പക്ഷേ പാർസി ഇതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഉണ്ടായി 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി, അതിന് മുമ്പില്ലായിരുന്നു. അതിന് മുമ്പ് ഇവർ പറഞ്ഞു നിങ്ങൾ പുറത്ത് നിൽക്കും, ഇത് നിങ്ങളുടെ മതമല്ല ഞങ്ങളുടെ മതമാണ്, നിങ്ങൾക്ക് ഇവിടെ കയറാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. പാർസി പറയുന്നത് പോലെ 20-ാം നൂറ്റാണ്ടിൽ പാർസി മതവും ഇതും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. എന്താണ് ആ വ്യത്യാസം? ഈ പാർസി ഒരിക്കലും എന്നോട് നീ പാർസിയാണെന്ന് പറഞ്ഞിട്ടില്ല, നിൻ്റെ മതം പാർസിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കവിടെ കയറാൻ ഒക്കില്ല, കയറാൻ ഒക്കില്ല എന്ന് പറയുന്നതിൽ ഞാൻ പാർസിയല്ല, അതുകൊണ്ട് എനിക്ക് കയറാൻ ഒക്കില്ല. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജനാധിപത്യമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇവർ നമ്മളോട് ആദ്യമായി പറയാൻ തുടങ്ങി നീ ഹിന്ദു ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 2024 പോലും ഒരു പുരോഹിതനാക്കാൻ ഒക്കില്ല, പക്ഷെ ഞാൻ ഹിന്ദുവാണ്. ഞാൻ എങ്ങനെ ഹിന്ദുവായി? ഞാൻ 53 ജനിച്ചതാണ്, ഈ വർഷം 71 വയസ്സാവും. എൻ്റെ അച്ഛനും അമ്മയും ഒരു പ്രാവശ്യം പോലും എൻ്റെ ജീവിതത്തിൽ എന്നോട് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഹിന്ദുവായി? സെൻസസും കോടതിയും കൂടെ എന്നെ ഹിന്ദുവാക്കി. 1947-48 പോലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അന്നത്തെ ഇൻ്ററിം പാർലമെൻറ്റിൽ പ്രസംഗമുണ്ടായി. 2 ദളിത് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, മുനിസ്വാമി പിള്ളയും നാഗപ്പ, അവർ പറഞ്ഞു ഹിന്ദുക്കൾ അധികാരത്തിൽ വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് പോലും ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളല്ല. നമ്മൾ എങ്ങനെ ഹിന്ദുവായി? ഈ 6 മതങ്ങളിൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജെയിൻ, ബുദ്ധിസ്റ്റ്, പാർസി, ഈ 6 മതങ്ങളിൽ പെടാത്തവരെല്ലാവരും ഹിന്ദുക്കളാണെന്ന് സെൻസസിലൂടെ നമ്മളെ ഹിന്ദുക്കളാക്കി. രാഷ്ട്രപതി KR നാരായണൻ, ഞാൻ ഒരു ഇക്കണോമിക് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ വായിച്ചതാണ്. രാഷ്ട്രപതി KR നാരായണൻ ഡൽഹിയിൽ വെച്ച് സെൻസസ് എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ജാതി ചോദിച്ചപ്പോൾ പറവനാണെന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിൽ പറവനില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയില്ല, പക്ഷേ ഹിന്ദു ആക്കി. പറവന് ഡൽഹിയിൽ സ്ഥലമില്ല, പക്ഷേ ഹിന്ദുവിന് എല്ലായിടത്തും സ്ഥലമുണ്ട്. എവിടെ നമ്മൾ സെൻസസ് എടുത്താലും ഹിന്ദു എന്ന കോളമുണ്ട്. പക്ഷെ പറവൻ ആ ലൊക്കാലിറ്റിയിലേ ഉള്ളൂ. ഈഴവൻ ഇന്ന് പോലും ഡൽഹിയിലില്ല, OBC ലിസ്റ്റിലില്ല. അതൊക്കെ ലോക്കലൈസ് ചെയ്തു ഇല്ലാതാക്കുന്നു. പക്ഷേ ഹിന്ദു എല്ലായിടത്തും ആക്കുന്നു. അങ്ങനെ സർക്കാർ ഒരു മതത്തിനെ ഉണ്ടാക്കുന്നു, ഹിന്ദു എന്നുള്ളൊരു മതത്തിനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനൊരു തിയോളജി ആക്കി സെൻസസിലൂടെയും കോടതിയിലേക്ക് നമുക്ക് വരാം. കോടതിയിലൂടെ പറയുന്നു എല്ലാ ഹിന്ദു ആണെങ്കിൽ റെവറൻസ് ഫോർ വേദാസ് ഉണ്ടെന്ന്. അപ്പം ഞാൻ അറിയാതെ എന്നെ ഹിന്ദു ആക്കുന്നു. രണ്ടാമത് ഞാൻ അറിയാതെ സുപ്രീം കോടതി എന്നോട് പറയാണ് നിനക്കറിയില്ല, പക്ഷെ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദങ്ങളിലോടൊരു റെവറൻസ് ഉണ്ട്, ഭക്തി ഉണ്ട്, വേദങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനറിയാതെ പറയാണ് ഞാൻ വേദങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന്. അങ്ങനെ ഞാൻ ഹിന്ദുവായി. ഇതിനെ അപ്പോൾ ആദ്യത്തെ ഒരു ആധ്യാത്മിക ഹിന്ദു ഗ്രൂപ്പുണ്ട്. 11 മതങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് 11, G11. ഈ G11 മതങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതൊരു ആധ്യാത്മിക ഗ്രൂപ്പ് ഓഫ് റിലിജൻസാണ് ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. നമ്മളെ ഹിന്ദുക്കളാക്കിയത് പൊളിറ്റിക്കൽ പർപ്പസിനാണ്.
നമ്മളെ ഒരു എല്ലാവരെയും കൂടി ഒരു സോ കോൾ മെജോറിറ്റി, ആ മെജോറിറ്റി ആക്കിയിട്ട് ബെനിഫിറ്റ് മുഴുവൻ ഈ ഗ്രൂപ്പ് ലെവൻ്റെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നത്. കൺട്രോൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുയിസം എമർജ് ചെയ്യുന്നു, ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. രണ്ടാമത്തെ ഹിന്ദു എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. അതാണിപ്പോൾ നമ്മൾ വളരെ വളരെ പ്രകടമായി കാണുകയാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം. ഇത് മതവുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഹിന്ദു എന്നുള്ള മതം ഈ ഗ്രൂപ്പ് ലെവൻ്റെ മതമാണ്. പാർസി മതം പോലെ എൻ്റെ മതമല്ല. പാർസി മതം എൻ്റെ മതമല്ല. ഈ ഹിന്ദു മതം എൻ്റെ മതമല്ല. എന്നുവെച്ചാൽ എനിക്കതിൽ സ്ഥാനമില്ല, ഇടമില്ല. ഞാനൊരു മതത്തിൻ്റെ അംഗമാണെങ്കിൽ ആ മതത്തിൽ പോപ്പാവാൻ, ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കാൻ അറ്റ്ലീസ്റ്റ് ബൈ ബർത്ത് ഞാൻ ക്വാളിഫൈഡ് ആകണം. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ബിലോങ് ടു എ റിലിജൻ, ബട്ട് ദ റിലിജൻ മസ്റ്റ് ബിലോങ് ടു മീ ഓൾസോ. അല്ലെങ്കിൽ അത് എൻ്റെ റിലിജൻ അല്ല. എനിക്ക് ജന്മനാൽ ശബരിമല മേൽശാന്തി ആകാനുള്ള യോഗ്യതയില്ലാത്ത ഒരു മതം എൻ്റെ മതമല്ല. എനിക്ക് ജന്മനാൽ പാർസി പുരോഹിതനാകാൻ ഒക്കില്ല. പാർസി എൻ്റെ മതമല്ല. അതുപോലെ ഹിന്ദു എൻ്റെ മതമല്ല. ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഒരു മതമല്ല. അപ്പം ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇത് നമ്മൾ ഫേസ് എന്നുള്ളതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്നത് വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. ഒരു വ്യക്തതയുമില്ലാതെ നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറയുകയാണ്. സുപ്രീം കോടതി തന്നെ വേറൊരു ജഡ്ജ്മെൻറ്റ് പറയുന്നു ഹിന്ദുയിസം ഒരു വേ ഓഫ് ലൈഫാണെന്ന് പറയുന്നു. ഒരു വേ ഓഫ് ലൈഫ് എങ്ങനെയാണ് റിലിജനാകുന്നത്? റിലിജൻ്റെ ഡെഫിനിഷൻ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നമ്മൾ ഈ ഇന്ത്യയിലുള്ള ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കറണ്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ സുപ്രീം കോടതി തന്ന ഒരു ഡെഫിനിഷനാണ് വാട്ട് ഈസ് റിലിജൻ. സുപ്രീം കോടതി പറയുന്നു റിലിജൻ എന്ന് വെച്ചാൽ 4 ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഒരു ബോഡി ഓഫ് ബിലീഫ് വേണം, ഒരു ബോഡി ഓഫ് ബിലീഫ് ആൻഡ് ഡോക്ട്രിൻ. 2 അനുയായികൾ വേണം. 3 ഒരു മോറൽ കോഡ് വേണം. 4 ഈ ആചാരങ്ങൾ വേണം, റിച്വൽ വേണം, പൂജാ രീതികൾ വേണം. ഇത് 4 ഉള്ളതിനാണ് റിലിജൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നും സൂക്ഷ്മമായി ഇത് പറയുന്നത് ആരാണ്? ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി എന്ന് വന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജസാണ് ഈ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത്. പക്ഷേ ഈ ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ ബോഡി ഓഫ് ഡോക്ട്രിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പുരോഹിതരാണ്. അവരാണ് പറയുന്നത് എന്താണ് ഈ ഇതിൻ്റെ വിശ്വാസം എന്ന് അവർ പറയുന്നു. നമ്മളതിനെ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു. രണ്ടാമത് അവർ ചെയ്യുന്നത് എന്താണ്? അനുയായികൾ ആരാണല്ല എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. നീ ഹിന്ദു ആണോ അല്ലയോ എന്ന്. ഒരു കാലത്ത് പറഞ്ഞു നീ ഹിന്ദു അല്ല, പിന്നെ പറയുന്നു നീ ഹിന്ദു ആണ്. അത് ഞാനല്ല തീരുമാനിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. മൂന്നാമത് ഈ മോറൽ കോഡ് തരുന്നതും ഈ ബ്രാഹ്മണർ തന്നെയാണ്, ഈ പുരോഹിതർ തന്നെയാണ്. 4 ആചാരങ്ങൾ ചെയ്യുന്നത് അവർക്കേ ചെയ്യാൻ ഒക്കില്ല. ശബരിമലയിൽ വേറെ ആർക്കും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഈ റിലിജൻ്റെ ഡെഫിനേഷൻ, റിലിജൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഒരു ചെറിയൊരു പുരോഹിത സമുദായത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഈ ഡെഫിനേഷൻ, ലീഗൽ ഡെഫിനേഷൻ. അപ്പോൾ ഒരു അധികാരങ്ങളില്ലാതെ നമ്മൾ ഈ റിലിജൻ്റെ ഭാഗമാക്കുന്നു. ഇതിനെ പൊളിക്കാൻ നാരായണ ഗുരു 3 വാക്കുകളുകൊണ്ട് ഇതിനെ പൊളിക്കുന്നു. നാരായണ ഗുരു പറയുന്നു മതം എന്ന് വെച്ചാൽ അഭിപ്രായം. ഗുരു പറയുന്നു ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് മതം എന്ന് ഗുരു പറയുന്നു. ഇത് നമ്മൾ കുറേ ചിന്തിച്ചാലേ, ഇതിൻ്റെ ആഴത്തിൽ ചിന്തിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതത്തിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? രാമൻ്റെ കയ്യിലും കൃഷ്ണൻ്റെ കയ്യിലുമാണ്. 20 കോടി ജനങ്ങളുടെ മതങ്ങളുടെ കൺട്രോൾ ആരാണ്? ഇവരുടെ വ്യക്തികളുടെ കയ്യിലാണ്, അല്ല പുരോഹിതരുടെ കയ്യിലല്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഈ പൗരോഹിത്യ ഡെഫിനിഷൻ, സുപ്രീം കോടതിയുടെ ഡെഫിനിഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പൗരോഹിതരാണ്. മറ്റേ സൈഡിൽ ഗുരു പറയുന്നു മതമെന്ന് വെച്ചാൽ
വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ ഡോക്ടറിന് എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. ഇതിൽ ആരെ ഉൾപ്പെടുത്തണം വേണ്ടാന്ന്, ഞാൻ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ഞാൻ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലെനിക്ക് തുല്യത സ്ഥാനം വേണം. എനിക്കൊരു കീഴ്സ്ഥാനമല്ല വേണ്ടത്, മേൽസ്ഥാനമല്ല വേണ്ടത്, എനിക്ക് തുല്യ സ്ഥാനം വേണം. മൂന്നാമത്, ഇതിൻ്റെ മോറൽ കോഡ് എന്താണെന്ന് ഞാനും ഈക്വൽ പാർട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തീരുമാനിക്കും. 4, ഇതിൻ്റെ ആചാരങ്ങളും ഞങ്ങൾ തീരുമാനിക്കും. ഒരു വളരെ റെവല്യൂഷണറി ഡെഫിനേഷൻ ഓഫ് മതമാണ് ഗുരു തരുന്നത്. മതം എന്ന് വെച്ചാൽ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഈ നമ്മളുടെ മതം എന്താണെന്ന് നമുക്കറിയില്ല. സത്യം എന്താണ്, ഈ ഹിന്ദു മതം എന്താണെന്ന് സുപ്രീം കോടതിക്ക് പോലും അറിയില്ല. വേ ഓഫ് ലൈഫ് ആണെന്നാണ് പറയുന്നത്. എല്ലാം ഉൾക്കൊള്ളൂ എന്ന് പറയുന്നു. സർവലോക സുഖനോ ഭവന്തു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ തൊടിയിലും തീണ്ടലും വലിയ തോതിലുള്ള വിവേചനവും ഒരു ഓളിഗാർക്കിയും. ഇന്ന് വരെ കേരളത്തിന് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ഒരു ഈഴവനാണ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും ഉണ്ടായിട്ടില്ല. അവിടെ സർവലോക സുഖനോ ഭവന്തു എന്നൊന്നുമല്ല. ഈ കൺട്രോൾ മുഴുവൻ ഈ G11 കയ്യിലാണ്. അപ്പോൾ എന്താണ് എൻ്റെ മതം എന്ന് ഞാൻ ബാക്കി ആരെക്കുറിച്ച് പറയും. എനിക്ക് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷെ ആ ക്ലാരിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് മതം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണോ? ഇപ്പം എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹം മരിച്ചു. പക്ഷെ ഞാൻ ഹൈപ്പോത്തറ്റിക്കലി പറയാണ്, എൻ്റെ അച്ഛൻ, ഒരാൾ വന്ന് പറയുന്നു ഞാൻ നിൻ്റെ അച്ഛനാണെന്ന് പറയുന്നു. ഞാൻ വളരെ കൺഫ്യൂസ്ഡാണ്. എന്ന് വെച്ചാൽ എനിക്ക് ആ അച്ഛനെക്കുറിച്ച് എന്താണ് ഒന്നും അറിയില്ല. എങ്ങനെ ഇയാൾ എൻ്റെ അച്ഛനായി, ഞാൻ എങ്ങനെ ഹിന്ദുവായെന്ന് പറഞ്ഞ പോലെ എങ്ങനെ ഇയാൾ എൻ്റെ അച്ഛനായി, വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്കൊരു ഫീലിംഗ്, എനിക്ക് ശരിക്കും അച്ഛനില്ല, ഇയാൾ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ കൺവിൻസ്ഡ് അല്ല. എനിക്ക് ഈ ബാക്കി ഇയാൾക്ക് സ്വന്തം മക്കളുണ്ട്, അവരെല്ലാം അകത്തിരുന്ന് നല്ല ആഹാരം കൊടുക്കും, ഞാൻ ഗേറ്റിൻ്റെ വെളിയിൽ വെയിലത്തിരിക്കുകയാണ്, പക്ഷെ അച്ഛനാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷനാണ്. പക്ഷെ സത്യം എന്താണ്, എനിക്ക് ആക്ച്വലി ഒരു അച്ഛനുണ്ട്. പക്ഷെ അച്ഛനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് അച്ഛനുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്? ഇതല്ല എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചറിയണം. അപ്പോൾ ഗുരു നമുക്കതിന് വഴി തരുന്നു. എന്താണ് നമ്മുടെ മതം എന്ന് ഗുരു വ്യക്തമായി പറയുന്നു. എന്താണ് നമ്മുടെ മതം? ഗുരു പറയുന്നത്, നമ്മളുടെ മതം ഒരു തുറന്ന ആധ്യാത്മികതയാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അമ്മ പറഞ്ഞതും നമ്മളും പറയുന്ന പോലെയാണ്. ഈ ദൈവികം എന്താണ്, ദേവാലയം ഏതാണ്, ദൈവം എന്താണ്, മതം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, പുരോഹിതരല്ല. ആ തുറന്ന മതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതം. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആധ്യാത്മിക സമീപനമാണ്. നമുക്ക് പലയിടത്തു നിന്നും, നമ്മൾ മരത്തിനെ കണ്ടാലും പാമ്പിനെ കണ്ടാലും കല്ലിനെ കണ്ടാലും അതിൽ ആധ്യാത്മികത നമ്മൾ കാണുന്നു. ഈ ഗുരു പ്രതിഷ്ഠ ചെയ്തപ്പോൾ, അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്തപ്പോൾ ഗുരു മന്ത്രം, പ്രതിഷ്ഠാ മന്ത്രമായി, നമ്മൾ ഈയിടെ രാമമന്ദിരത്തിൽ കണ്ടല്ലോ പ്രതിഷ്ഠാ മന്ത്രം. ഗുരു പ്രതിഷ്ഠാ മന്ത്രമായി എന്ത് പറഞ്ഞു എന്ന് നടരാജ ഗുരു മാത്രമേ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് പറയാണ്. ഞാൻ ഇംഗ്ലീഷിലത് വായിക്കാം. ലെറ്റ് ഇൻക്രീസ്ഡ് ബ്ലെസ്സിങ് കം, അനുഗ്രഹങ്ങൾ വരട്ടെ. ഇതാണ് ഗുരു പ്രതിഷ്ഠ ചെയ്തപ്പോൾ ആകപ്പാടെ പറഞ്ഞത്. ഇതാണ്, ലെറ്റ് ദ പുവർ ആൻഡ് നീഡി ബി കംഫർട്ടഡ്. നടരാജഗുരു ഇംഗ്ലീഷിൽ എഴുതിയതാണ്. നടരാജഗുരു ഡോക്ടർ പൽപൂവിൻ്റെ അടുക്കെന്നോ നാരായണ ഗുരുവിൻ്റെ അടുക്കെന്നോ നേരിട്ട് മനസ്സിലാക്കി എഴുതുന്നതാണ്. ലെറ്റ് ദ പുവർ ആൻഡ് നീഡി ബി കംഫർട്ടഡ്, പാവപ്പെട്ടവർക്ക് സാന്ത്വനം കിട്ടട്ടെ. ലെറ്റ് ദം പ്രോസ്പർ, ഈ ദൈവദേശത്തിൽ പറഞ്ഞ പോലെ അവർ ധനികരാകട്ടെ, അവർ സുഖം പ്രാപിക്കട്ടെ. ആൻഡ് ലെറ്റ് നോട്ട് ദെയർ ഡെയിലി ബ്രെഡ് ഫെയിൽ ദം ഫ്രം ഡേ ടു ഡേ. ഇത് അരുവിപ്പുറത്ത് പറയാണ്. അന്ന വസ്ത്രാദികൾ അവർ മുട്ടരുതേ എന്ന് പറയാണ്. മേ ദേ ലേൺ ടു ബി ട്രൂത്ത്ഫുൾ ആൻഡ് സീക്ക് ദ വേസ് ഓഫ് ഹാപ്പിനെസ് ഈച്ച് ഇൻ കോഓപ്പറേഷൻ വിത്ത് ഈച്ച് അതർ. ജനങ്ങൾ സഹകരിക്കട്ടെ,
അതിലൂടെ സത്യസന്ധതയിലൂടെ സഹകരണത്തിലൂടെ അവർ പ്രോസ്പർ ചെയ്യട്ടെ. മേ ദേ ലേൺ ലെറ്റ് ഓൾ ഹേറ്റ്രഡ് ആൻഡ് ഡിസെൻഷൻ വാനിഷ് ഫ്രം എമംഗ് ദം. ഭേദവും ദ്വേഷവും അപ്രത്യക്ഷമാകട്ടെ. 34 വയസ്സുള്ള നാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ ചെയ്തപ്പോൾ പറയാണ്, ലെറ്റ് ദം ലേൺ ടു റെസ്പെക്ട് ദ ഫീലിങ്സ് ഓഫ് ദ ലീസ്റ്റ് ലിറ്റിൽ ക്രീച്ചർ ഓഫ് ഗോഡ്. ഒരു എറുമ്പിനും പീഡ വരുത്തരുത് എന്നുള്ള അനുകമ്പ അവർക്കുണ്ടാകട്ടെ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ അവർക്കുണ്ടാകട്ടെ എന്ന് 33-34 വയസ്സുള്ള നാരായണ ഗുരു അതിൽ പ്രതിഷ്ഠാമന്ത്രമായി പറയാണ്. ലെറ്റ് അറ്റ്ലീസ്റ്റ് എ പോർഷൻ ഓഫ് ദ ഗ്രേറ്റ് ട്രൂത്ത് ഡോൺ ഓൺ ദം ആൻഡ് ബ്രിങ് ദം കോൺസലേഷൻ. അവർ ഏറ്റവും വലിയ സത്യങ്ങൾ അവർ തന്നെ മനസ്സിലാക്കട്ടെ, അവർ പഠിപ്പിക്കട്ടെ എന്നല്ല, അവർ തന്നെ മനസ്സിലാക്കട്ടെ എന്നാണ് പറയുന്നത് ഗുരു. അപ്പോൾ ഗുരു എന്താ പറയുന്നത്, അത് മതത്തിൻ്റെ കൺട്രോൾ ഗുരു. അപ്പോൾ ഗുരു അവിടെ ശിവൻ എന്ന് പറയുന്നില്ല, ദൈവം എന്ന് പറയുന്നില്ല. പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പറയുന്നത് ഇതാണ് പറയുന്നത്, ഈ ദൈവദശകത്തിലുള്ളത് തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവരുടെ അഭിപ്രായം ഇങ്ങനെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ വലിയ 2 കമ്പാരിസൺ, റിലിജൻ എന്ന് വെച്ചാൽ പൗരോഹിതരെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിലിജൻ, ഈ ഗ്രൂപ്പ് 11 കൺട്രോൾ ചെയ്യുന്ന ഒരു റിലിജൻ, അതാണ് ഹിന്ദുയിസം. ആധ്യാത്മികത ഹിന്ദുയിസം. പിന്നെ ഒരു പൊളിറ്റിക്കൽ ആധ്യാത്മികത ഹിന്ദുയിസം എന്നോട് വ്യക്തമായി പറയുന്നു, നീ ഹിന്ദു അല്ല, നിനക്കിവിടെ കയറാൻ ഒക്കില്ല, നിനക്കിവിടെ ശാന്തിയാകാൻ ഒക്കില്ല. ഒരു കള്ളത്തരവും ഇല്ല, ഒരു ഹിപ്പോക്രസി ഇല്ല. ഈ ഹിപ്പോക്രസിയും കള്ളത്തരവും വരുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൽ നിന്നാണ്. നമ്മളെല്ലാവരും ഒന്നാണ് അല്ല, കർമ്മണ ബ്രാഹ്മണനാകും അല്ല. പല ബ്രാഹ്മൺ പാർട്ടീസും ഹൈക്കോടതിയിൽ വാദിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് പറയും, ഒരാൾ പോലും വാദിച്ചോ മിസ്റ്റർ രാജേഷ് കർമ്മണ ബ്രാഹ്മണനാകാമെന്ന്? ഒരാൾ പോലും വാദിച്ചില്ല, ഇല്ല. അപ്പം ഈ യഥാർത്ഥ ഹിന്ദുയിസം, G11 ഹിന്ദുയിസം, നമുക്കിടമില്ലാത്ത ഹിന്ദുയിസം, ആധ്യാത്മിക ഹിന്ദുയിസം ഒരു സൈഡിലും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന മറ്റ് മതങ്ങളോട് വിദ്വേഷം ഉണ്ടാക്കുന്ന മതസംഘർഷമുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുയിസം, ഇതിന് ഒരു മറുപടിയായി ഒരു പ്രതിവിധിയായിട്ടാണ് ഗുരു പറയുന്നത്. ഇതിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേര് നമുക്ക് വേണം. നമ്മുടെ അച്ഛനാരാണ് നമുക്കറിയാം, നമ്മുടെ മതം എന്താണെന്ന് നമുക്കറിയാം. ഈ തുറന്ന മതമാണ് നമ്മുടെ. എല്ലാ ആധ്യാത്മികതയും കാണാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള കപ്പാസിറ്റിയുള്ള മതമാണ്. അപ്പം ഞാൻ തന്നെ ഡോക്ടർ ശ്യാംകുമാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഈ നമ്മുടെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ശ്രീരാമൻ്റെ ഒരു കോൺസെപ്റ്റ് എടുക്കുക. നമ്മുടെ ജനങ്ങൾ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളിൽ നിന്നും പഠിക്കുകയാണ്. എന്നിട്ട് അതിലുള്ള നന്മ കാണുകയാണ്. മര്യാദ പുരുഷനാണ് രാമൻ്റെ ചില നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ശംഭുകനെ കൊല്ലുന്ന രാമനെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, രാവണനെ കൊല്ലുന്ന രാമനെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ എത്ര നിർബന്ധിച്ചാലും നമ്മുടെ സാധാരണക്കാർ നന്മയെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് ജീസസിൻ്റെ ആയാലും നബിയുടെ ആയാലും രാമൻ്റെ ആയാലും ആരുടെ ആയാലും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാത്തിനും തുറന്ന് കൺസിഡർ ചെയ്തിട്ട് അതിൽ ശരിക്ക് ഏറ്റവും നല്ല മൂല്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഈ പാര 8 പേജ് 5 ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ഉപദേശസാരം. ഗുരു പറയുന്നു, സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിച്ചറിയുവാനും ലഭിച്ച അറിവിനെ പരസ്പരം സ്നേഹപൂർവ്വം വിനിമയം ചെയ്യുവാനും ശ്രമിക്കട്ടെ. മത്സരം മതം നിമിത്തമല്ല, മതം നിമിത്തമല്ല, മതം നിമിത്തമാണെന്ന് അപ്പോൾ മനസ്സിലാകും. ഈ മതം ആണ് പൊളിറ്റിക്കൽ ഹിന്ദുയിസം. ഈ G11 എന്ന് പറയുന്നത് മതമാണ്. വൈഷ്ണവ, ശൈവ ഇതൊക്കെ ജെനുവിൻ മതങ്ങളാണ്, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഈ കാണുന്ന പൊളിറ്റിക്കൽ ഹിന്ദുയിസം മതം ആണ്, വിദ്വേഷം ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് പ്രതിവിധിയായി ഗുരു പറയുന്നത് എല്ലാവരും
അത് ഗുരു നമ്മളെ പഠിപ്പിക്കുകയല്ല, ഇതാണ് നമ്മുടെ സാധാരണക്കാരുടെ ആധ്യാത്മികത. ഇതാണ് നമ്മുടെ ശരിക്കുള്ള അച്ഛൻ, എൻ്റെ ശരിക്കുള്ള അച്ഛൻ. ഈ അപ്രോച്ചാണ്, ഈ ആധ്യാത്മികതയാണ്. എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാത്തിനോടും സ്നേഹമുള്ള, എല്ലാത്തിനോടും ആദരവുള്ള, ഒന്നിനെയും അപരനാക്കാത്ത ഒരു ആധ്യാത്മികത. അതാണ് നമ്മുടെ ആധ്യാത്മികത. പ്രശ്നം അവസാനം പറയുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം ഇതിനൊരു പൊതുപ്പേരില്ല. ഈ 20 കോടി മതങ്ങളുള്ള ആൾക്കാർക്ക് ഒരു പൊതുപ്പേരില്ല. ഇന്ന് ലോകത്തെ സാഹചര്യത്തിൽ ഒരു പൊതുപ്പേരിൻ്റെ ആവശ്യമുണ്ട്, ഒരു സ്വത്വത്തിൻ്റെ ആവശ്യമുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് ഹിന്ദു എന്നുള്ള പൊളിറ്റിക്കൽ ഹിന്ദുയിസം പെട്ടെന്ന് നമ്മുടെ പൊതുപ്പേരാക്കി തരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ആധ്യാത്മികത അറ്റാക്ക് ചെയ്യണം, നമ്മുടെ ആധ്യാത്മികത ഇല്ലാതാക്കണം. നമ്മുടെ ആധ്യാത്മികത അവരുടെ ശത്രുക്കളുടെ മതങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു വെച്ചാൽ എക്സ്ക്ലൂസീവായിട്ടല്ല, എല്ലാ ശത്രുക്കളുടെയും എല്ലാ മതങ്ങളുടെയും എല്ലാ നന്മയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്കത് സഹിക്കാൻ ഒക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ പൊതുപ്പേര് എന്തായിരിക്കണം? ഈ പൊതുപ്പേരിൻ്റെ അഭാവമാണ് ഈ ഹിന്ദു എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്ന് നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഗുരു പറയുന്നത് പൊതുപ്പേര് ഇല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൊതുപ്പേരെടുക്കുക. ഗുരു പലതും സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു സജഷൻ ഞങ്ങളെടുത്ത്, അങ്ങനെയാണ് മാനവധർമ്മം കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഗുരു പറയുന്നു എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങൾക്കും ഇടമുള്ള ഒരു മതമല്ല, പക്ഷെ മതത്തിനോടുള്ളൊരു സമീപനം എടുത്ത് അതിന് മാനവധർമ്മം എന്ന് പറഞ്ഞാൽ പോരെ. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം മതമല്ല, മതത്തിനോടുള്ള സമീപനം. ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് മതവിശ്വാസമല്ല, അത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. എന്താണ് ദൈവം, എന്താണ് മതം, നിങ്ങൾ തീരുമാനിക്കണം. പ്രശ്നം അതല്ല. പ്രശ്നം ഞാൻ മറ്റുള്ള ഒരാളുടെ മതത്തിനെ ഞാൻ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് പ്രശ്നം. ആ അപ്രോച്ചാണ്, ആ സമീപനമാണ് മാനവധർമ്മം. മതമല്ല, ഒരു സമീപനമാണ്. മറ്റ് മതങ്ങളെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി വായിക്കണം, എല്ലാത്തിനെയും പഠിക്കണം, അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം. എല്ലാത്തിലും എല്ലാ മതങ്ങളിലും എന്തെങ്കിലും നന്മയുണ്ട്, അത് നമ്മൾ കണ്ട് നമ്മളുടെ ബെനിഫിറ്റ് ചെയ്യണം അതിൽ നിന്നും. ആ അപ്രോച്ചിനെ, മതങ്ങളോടുള്ള അപ്രോച്ച്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഈ മറ്റ് മതങ്ങളെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണണം, സ്നേഹപൂർവ്വം സാഹോദര്യത്തോടുകൂടി കാണണം എന്നുള്ളൊരു അപ്രോച്ചാണ് മാനവധർമ്മം. സ്വന്തം മതം നിലനിർത്തിക്കൊണ്ട്. ഇത് ഗുരു പറഞ്ഞു, ഞാൻ വായിച്ചു. പക്ഷേ ഇത് ഞാൻ അനുഭവപ്പെട്ടത് ഞങ്ങളുടെ കഴിഞ്ഞ കോൺഫറൻസിൽ ഡോക്ടർ വർഷ ബർഷിയിൽ നിന്നാണ്. ഗുരുവിൻ്റെ വാക്യത്തിൻ്റെ കൃത്യത ഞങ്ങളിതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വർഷ ബഷീർ പറഞ്ഞു, ഈ അപ്രോച്ചിൻ്റെ, ഈ മതങ്ങളോടുള്ള സമീപനത്തിൻ്റെ, ഈ മാനവധർമ്മം എന്ന മറ്റ് മതങ്ങളോടുള്ള സമീപനത്തിൻ്റെ ഭാഗം ഞാനും അതിൻ്റെ ഭാഗമാണെന്ന് ഡോക്ടർ വർഷ ബഷീർ പറഞ്ഞു. അപ്പം ഈ ഒരു അപ്രോച്ച് എടുത്താൽ മതം ഒരു സൈഡിൽ, നമ്മുടെ സ്വാതന്ത്ര്യം, അതാണ് ഗുരു പറയുന്നത്, വ്യക്തി സ്വാതന്ത്ര്യം, എന്താണ് മതം, എന്താണ് ദൈവം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു സങ്കല്പവും ഗുരു പഠിപ്പിക്കുന്നില്ല. പക്ഷേ മറ്റ് മതങ്ങളോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണം എന്ന് ഗുരു പറയുന്നു. ആ സമീപനം ആണ് മാനവധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് ഗുരു മുക്തിയെക്കുറിച്ച് പറയുന്ന ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു റീഡെഫിനിഷനാണ്. നമ്മളെല്ലാം മുക്തി എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മ പരമാത്മയുടെ ലയനം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. ഗുരു മുക്തിയെക്കുറിച്ച് പറയുന്നത് ഇവിടെ നമ്മുടെ ഇതിൽ മെറ്റീരിയലുണ്ട്, പേജ് 6 11 പാരഗ്രാഫ്. മതം ഏതായാലും മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതായത് പ്രാധാന്യം മതമല്ല, മനുഷ്യനാണ്. മനുഷ്യനിൽ നിന്നാണ് മതവും ദൈവസങ്കല്പവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മതം ശക്തമായാൽ മനുഷ്യൻ ശക്തമാകില്ല, നന്നാകില്ല. എല്ലാ മതത്തിലും നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അധപതിക്കും. വാക്ക്, മനസ്സ്, പ്രവൃത്തി ഇവ ശുദ്ധമായിരിക്കണം. ഈ 3 വിധത്തിലും തെറ്റുകൾ വരുത്തരുത്. തെറ്റുകൾ വന്നതിന് ശേഷം തെറ്റിപ്പോയല്ലോ
എന്ന് തിരുത്താൻ സംഗതി വരുത്താവണ്ണം മനസ്സ് ശുദ്ധമായി ഇരിക്കണം. അതാണ് ജീവൻ മുക്ത അവസ്ഥ. അതായത് ഗുരു പറയുന്നത് മനസ്സാ വാച കർമ്മണ, മനുഷ്യനോടും പ്രകൃതിയോടും ഒരു തെറ്റും ചെയ്യാനുള്ള പ്രവണതയോ മനസ്ഥിതിയോ നിശേഷമില്ലാത്ത ബോധത്തെയാണ് ഗുരു മുക്തി എന്ന് കാണുന്നത്. അത് നമ്മുടെ ഈ ലോകത്തിൽ ഈ ജന്മത്തിൽ നമുക്കെല്ലാവർക്കും മുക്തി പ്രാപിക്കാം. ആരെയും ദ്രോഹിക്കരുതെന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായാൽ, അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സൗഹാർദ്ദവും സമാധാനവും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഗുരു നമുക്ക് തരുന്ന ഒരു അപ്രോച്ച് മതത്തിനെ റീഡിഫൈൻ ചെയ്യുന്നു, ദൈവത്തിനെ റീഡിഫൈൻ ചെയ്യുന്നു, മുക്തിയെ റീഡിഫൈൻ ചെയ്യുന്നു. ഇതെല്ലാം വ്യക്തിപരമായ നമ്മളുടെ ചോയ്സാണ്, നമ്മുടെ സങ്കല്പമാണ്. നമ്മളാണിത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഗുരുവും വേറെ ആരും നമ്മൾ പഠിപ്പിച്ച് തരുന്നില്ല. പഠിപ്പിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മളുടെ തീരുമാനമാണ്. വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട. പക്ഷേ മതം എന്ന് വെച്ചാൽ അഭിപ്രായം മാത്രമാണ് എന്നുള്ള മെസ്സേജ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എല്ലാ മതങ്ങളോടും സൗഹാർദ്ദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നമ്മൾ ഈ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടു കൂടി പഠിക്കും, ദ്വേഷമില്ലാതെ എന്നുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ രക്ഷിക്കാൻ ഒക്കും. വളരെ നന്ദി.